നമസ്കാരം. FCRA അഥവാ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഇപ്പോൾ ഏറ്റവും അധികം സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. വിദേശ സഹായത്തിൽ അല്ലെങ്കിൽ വിദേശ ഫണ്ടുകൾ വരുന്നതിൻ്റെ റെഗുലേഷനുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ. ആ ചട്ടങ്ങൾ ഒന്നുകൂടി പരിഷ്കരിക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും, കാരണം രാജ്യത്തിനകത്ത് ഇവിടെ അനധികൃതമായി വരുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങളിലും മറ്റ് അനധികൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത്തരം വിവരങ്ങൾ ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് FCRA ചട്ടങ്ങളൊന്ന് പരിഷ്കരിക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. പക്ഷേ അതിന് വലിയ രീതിയിലുള്ള വെല്ലുവിളികളൊക്കെയാണ് ഇതിനെതിരെ ഉയർന്നു കേട്ടത്. ഈ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകനായ പ്രതീഷ് വിശ്വനാഥൻ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. പോസ്റ്റ് ഭയങ്കര വൈറലൊക്കെ ആയിരുന്നു. ഇലക്ഷൻ സമയത്ത് തന്നെ ഇത് വേണോ എന്നൊരു ചോദ്യം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ആരാണോ FCRAയിലെ പഴുതുകൾ ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്തെ വിഘടിപ്പിക്കാൻ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് ഫണ്ട് ചെയ്യുന്നത്, അതേ ക്ഷുദ്രശക്തികൾ തന്നെയാണ് ഇറാനുമായുള്ള യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. അവർ കുടുങ്ങിക്കിടക്കുന്ന ഇതേ സമയത്ത് ഇന്ത്യ അവർക്കെതിരെ ഒരു യുദ്ധമുഖം തുറക്കുകയാണ്. അത് ആയുധങ്ങൾ കൊണ്ടല്ല, നിയമം കൊണ്ടാണ് എന്ന് മാത്രം. ഇതിനുള്ള നീക്കങ്ങൾ നേരത്തെ തുടങ്ങിയിരുന്നു. അത് സ്വാഭാവികം. മണിപ്പൂർ വിഷയവും വിഴിഞ്ഞം സമരവും FCRA സംബന്ധിച്ച തിരുത്തലുകൾ വരുത്തുവാൻ കേന്ദ്രത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തെ ഒരു സമുദായം, മണിപ്പൂരിലെ കുക്കികൾ, ഇന്ത്യൻ സംവിധാനങ്ങൾക്ക് നേരെ സായുധ പോരാട്ടം നടത്തുകയും അവർ ജൂതന്മാരാണ് എന്ന ക്ലെയിം അംഗീകരിച്ചുകൊണ്ട് ജൂതരാഷ്ട്രം അവയിലെ കുറേ പേരെ ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ഇക്കൂട്ടരുടെ മതരാഷ്ട്രവാദത്തിന് കേരളത്തിൽ നിന്ന് പോലും മതമേലങ്കി അണിഞ്ഞവർ പിന്തുണ നൽകാനായി വഴിയോരങ്ങളിൽ പ്രതിഷേധം നടത്തുകയും ചെയ്തതും ചെറിയ കാര്യങ്ങളല്ല. മണിപ്പൂരും നാഗാലാൻഡും മേഘാലയയും മിസോറാമും വടക്കുകിഴക്കൻ ബംഗ്ലാദേശും വടക്കു പടിഞ്ഞാറൻ മ്യാൻമാറും ചേർത്തുള്ള ഒരു ക്രിസ്തീയ രാഷ്ട്രമാണ് അമേരിക്കൻ ഇസ്രായേലി ഡീപ് സ്റ്റേറ്റിൻ്റെ ഉന്നം. ഡീപ് സ്റ്റേറ്റിൻ്റെ കളികൾക്ക് ഇട്ടുകൊടുക്കാനുള്ളതല്ല നമ്മുടെ നാട്. നിയമ ഭേദഗതി ഇന്ത്യയെ അഖണ്ഡമായി നിലനിർത്താനുള്ള നമ്മുടെ നാടിൻ്റെ ശ്രമം തന്നെയാണ്. ഇന്ത്യയെ സ്നേഹിക്കുന്ന ആരും അതിനെ എതിർക്കേണ്ട കാര്യമില്ല. എതിർക്കുന്നവർക്ക് സ്വാർത്ഥമായ ചില അജണ്ടയുണ്ട്. അത് ഇന്ത്യാവിരുദ്ധ അജണ്ടയാകാനും സാധ്യതയുണ്ട്. എല്ലാം കാണുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാകുന്നുമുണ്ട്. ഇങ്ങനെ പോകുന്നു പ്രതീഷ് വിശ്വനാഥൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ പച്ച പരമാർത്ഥമായ കാര്യമാണ്. കാരണം ഇന്ത്യക്കകത്ത് വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും ഇന്ത്യക്കകത്ത് അത്തരം വിഘടനവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിന് ശേഷം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ വിഘടിപ്പിച്ചെടുത്തുകൊണ്ട് പുതിയൊരു രാജ്യം രൂപീകരിക്കുക, വടക്കു പടിഞ്ഞാറൻ മ്യാൻമാറും ചേർത്തുള്ളൊരു ക്രിസ്തീയ രാഷ്ട്രം രൂപീകരിക്കുക, ഇത് വളരെ ദീർഘനാളത്തെയുള്ള ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അവർ പോകാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഇതിനു വേണ്ടിയിട്ട് പല രാജ്യങ്ങളും, ഭാരതത്തിന് പുറത്ത് ഇപ്പോൾ ചൈനയൊക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അന്ന് ആദ്യമൊക്കെ ഇതിന് പിന്തുണയൊക്കെ നൽകിയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ഒരു കോൺസെപ്റ്റ്, സങ്കല്പം അവർ നേരത്തെ തയ്യാറാക്കുകയും പിന്നീട് അത് ഫലവത്തായി നടപ്പിലാകാതെ പോവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പലപ്പോഴായി അവരിതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നെങ്കിലും തങ്ങളുടെ സ്വപ്നം പൂവണിയും എന്നുള്ളൊരു ചിന്തയുടെ പുറത്ത്. എന്നാൽ അതൊന്നും സാധ്യമല്ല. കാരണം ഭാരതത്തിൻ്റെ സുരക്ഷയും അഖണ്ഡതയുമാണ് ഏറ്റവും പ്രധാനം. കാരണം ഭാരതം ഒരു പരമാധികാര രാഷ്ട്രമാണെന്നതിൽ അഭിമാനം കൊള്ളുന്ന രാഷ്ട്രമാണ്. ഇപ്പോഴുള്ള ഭരണകൂടവും അങ്ങനെ തന്നെയാണ്. കുറച്ച് നാൾ മുന്നെയാണ് ഇവർ ആക്റ്റീവായി ഇത്തരത്തിലുള്ള ശ്രമം നടത്തിയതെങ്കിൽ ചിലപ്പോൾ വലിച്ചേക്കാമായിരുന്നു. പക്ഷേ അവരെന്തായാലും ഇപ്പോൾ രാജ്യത്തിൽ ഭരണം നടത്തുന്നില്ല. ഇപ്പോൾ ഭരണം നടത്തുന്നത് രാജ്യത്തോടുള്ള കൂറുള്ള നരേന്ദ്രമോദിയുടെ കീഴിലുള്ള സർക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം രീതിയിൽ ഒരിക്കലും ഭാരതത്തിനെതിരെ ഇങ്ങനൊരു നീക്കം നടത്തിയാൽ അത് വിജയിക്കുവാൻ പോകുന്നില്ല. വടക്കുകിഴക്കൻ സംസ്ഥാനം വിഭജിച്ചെടുക്കുവാനുള്ള പല രീതിയിലുള്ള പദ്ധതികളും അവർ നേരത്തെയൊക്കെ ആവിഷ്കരിച്ചിരുന്നു. അങ്ങനെ ആ ഭാഗത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ ഈ ചിക്കൻ നെക്ക് കോറിഡോറിൽ നിന്ന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ വേർപിരിച്ച് മണിപ്പൂരും നാഗാലാൻഡും മേഘാലയയും മിസോറാമും വടക്കൻ ബംഗ്ലാദേശും വടക്ക് പടിഞ്ഞാറൻ മ്യാൻമാറും ചേർന്നുള്ള ഒരു രാജ്യം രൂപീകരിക്കുക, ഇതൊക്കെ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളായിരുന്നു. പക്ഷേ ഇതിനൊക്കെയും വലിയ രീതിയിലുള്ള മാറ്റം സംഭവിക്കുകയായിരുന്നു മോദി സർക്കാരിൻ്റെ വരവോടുകൂടി. നിങ്ങൾ ഭാരതത്തോട് കൂറുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്. ഇനി നിങ്ങൾ ഭാരതത്തെ എതിർക്കുന്നവരാണ്, മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ചേർത്ത് വെച്ചുകൊണ്ട് ഭാരതത്തെ ഒറ്റുകൊടുക്കാൻ തീരുമാനിച്ചിറങ്ങിയ ആൾക്കാരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശിക്ഷിക്കപ്പെടും. മാതൃകാപരമായി തന്നെ നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്തു ഭാരതത്തിനകത്ത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഭാരതത്തിലേക്ക് വരണ്ട, അല്ലെങ്കിൽ ഭാരതത്തിനെതിരെ ഇത്തരം കാര്യങ്ങൾ നടത്തണ്ട
എന്ന് തന്നെ അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വിമർശനങ്ങളും ഉയർന്നു കേൾക്കുന്നത്. എന്തിനാണ് ഇത്? ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇത് ന്യൂനപക്ഷ വിരുദ്ധവുമല്ല, ഭൂരിപക്ഷ വിരുദ്ധവുമല്ല. കാരണം രാജ്യത്തിനെതിരെ യുദ്ധം നടത്തുവാനായി, രാജ്യത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നവർക്കും കർശനമായ ശിക്ഷ, കർശനമായി വിലക്കിക്കൊണ്ടുള്ള ചട്ടങ്ങൾ തന്നെയാണിത്. അവർക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നതിനുള്ള ചുരുക്കാണ് അവർ ഇപ്പോൾ തീർക്കുന്നത്. എന്തായാലും നിങ്ങൾ എന്ത് വേണമോ കാണിച്ചുകൊള്ളൂ. ഇവിടെ ഒരു ഭരണകൂടമുണ്ടെങ്കിൽ ആ ഭരണകൂടം ഇത്തരത്തിലുള്ള FCRA ഫണ്ട് പോലുള്ള കാര്യങ്ങളെ റെഗുലേറ്റ് ചെയ്തിരിക്കും. നേരത്തെ 50% തുകയും, അതായത് ഫണ്ടിലേക്ക് വരുന്ന ഫണ്ടിൻ്റെ 50% തുകയും ഏതെങ്കിലും NGO സ്ഥാപിക്കുകയാണെങ്കിൽ ആ NGOയുടെ ഭരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം 20% മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇനി ബന്ധുക്കളിൽ നിന്ന് നിങ്ങൾ ധനസഹായം സ്വീകരിക്കണമെങ്കിൽ 10 ലക്ഷം രൂപ വരെ സ്വീകരിക്കാം. അതിനുശേഷമുള്ള തുകയ്ക്ക് നിങ്ങൾ ബോധ്യപ്പെടുത്തുക തന്നെ വേണം, അത് വെളിപ്പെടുത്തുക തന്നെ വേണം. അതോടൊപ്പം നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NGOകളുടെ ലൈസൻസുകൾ കട്ട് ചെയ്ത് വയ്ക്കാനുള്ള, സസ്പെൻഡ് ചെയ്ത് വയ്ക്കുവാനുള്ള അധികാരാവകാശങ്ങൾ FCRAയ്ക്കുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ വളരെ പുണ്യകരമായിട്ടോ അല്ലെങ്കിൽ പവിത്രതരമായിട്ടോ ഉള്ള അവകാശ അധികാരങ്ങളൊന്നുമില്ല. രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് ഇത് എതിരാണ് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അത് മാറ്റുവാൻ പറ്റും, അത് മാറ്റിയെടുക്കുവാൻ പറ്റും. FCRA റെഗുലേഷൻ പ്രകാരം NGO ആയി പ്രവർത്തിക്കുന്ന സംഘടനയുടെ എല്ലാ അംഗങ്ങളുടെയും ആധാർ വയ്ക്കണം. അത്തരത്തിൽ ഒരു ചട്ടവും കൂടി ഇതിനകത്തുണ്ട്. അതായത് NGO രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ആധാർ ID, എല്ലാവരുടെയും ആധാർ രജിസ്റ്റർ ചെയ്തിരിക്കണം, ആധാർ ഇതുമായി ചേർത്ത് ലിങ്ക് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള വ്യവസ്ഥയും ഇതിനകത്തുണ്ട്. അതായത് പൂർണ്ണമായും FCRA ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് മാത്രമേ ഇനി ഒരു NGO റൺ ചെയ്യുവാൻ പറ്റുള്ളൂ, NGO മുന്നോട്ട് പോകാൻ പറ്റൂ. അത് ആരുടെയും വിശ്വാസത്തിനെതിരായതുകൊണ്ടല്ല. ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ, രാജ്യത്തിൻ്റെ സുരക്ഷ വളരെ പ്രധാനമായതുകൊണ്ട് തന്നെയാണ്. PFI എന്ന സംഘടനയെ മാത്രം, PFI പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, PFI എന്ന സംഘടനയെ മാത്രം ഒരു NGOയുടെ കീഴിൽ 263 കോടി രൂപയാണ് അവരുടെ ഫണ്ടിലേക്ക് വന്നത്. ഈ 263 കോടി രൂപയുടെ അനധികൃതമായി അവർ നേടിയെടുത്ത ഫണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിച്ചത്. പട്യാല കോടതിയിൽ NIA തന്നെ സമർപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ട്. അതായത് ഈ രാജ്യത്തെ വടക്കൻ സംസ്ഥാനങ്ങളെയും തെക്കൻ സംസ്ഥാനങ്ങളെയും തമ്മിൽ വിഭജിക്കുവാനുള്ളൊരു പദ്ധതി അവർ തയ്യാറാക്കിയിരുന്നു. ഈ രാജ്യത്ത് എങ്ങനെയെങ്കിലും ബംഗ്ലാദേശോ പാകിസ്ഥാനോ ഒക്കെ ആക്രമിക്കുന്ന സമയത്ത് ഈ രാജ്യത്തെ 2 ഖണ്ഡമാക്കി മാറ്റിയെടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. തെക്കൻ സംസ്ഥാനങ്ങൾ ഭാരതത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ ഒരു രാജ്യം രൂപീകരിക്കുക, മറ്റൊരു പാകിസ്ഥാൻ രൂപീകരിക്കുക, ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യമായിരുന്നത്. അങ്ങനെ ഇത്തരം വളരെ നിഗൂഢമായ ലക്ഷ്യങ്ങൾ വച്ചു പുലർത്തുന്ന ആൾക്കാർ ഇവിടെ ഈ ഫണ്ടുകൾ തിരിമറി നടത്തുകയും മറ്റു കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമുക്കെന്ത് സുരക്ഷയാണുള്ളത്? ആ രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് സുരക്ഷ വർദ്ധിപ്പിക്കുന്ന കാര്യമല്ലേ ഭരണകൂടം ചെയ്യുകയുള്ളൂ. അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വമോ അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ആശയമോ ഇല്ലാത്ത ഒരു വിഭാഗമാണ് ഇതിനെതിരെ സമരത്തിന് രംഗത്തെത്തിയിരിക്കുന്നത്. അല്ലാതെ ഈ രാജ്യത്തോട് കൂറുള്ള ഒരു ജനവിഭാഗമല്ല. അവർക്ക് ഇങ്ങനെ ചെയ്യുവാൻ കഴിയില്ല. അവരെ എതിർക്കുവാൻ മാത്രമേ കഴിയുള്ളൂ ഇത്തരത്തിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരെ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.